This call is now being recorded. ഓക്കെ, എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നില്ലേ? അതായത് ഒരു സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൊഡ്യൂൾ 2ന്റെ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ നോക്കുന്നത് മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനേഷൻ. നമ്മൾ ഇതുവരെ നോക്കിയത് മെറ്റീരിയലിലായിരുന്നു അല്ലെ. മെറ്റീരിയൽ മൊഡ്യൂളിലെ അറ്റോമിക് അറേഞ്ച്മെന്റ്, ഡിഫറെന്റ് ലാറ്റിസ് അറേഞ്ച്മെന്റ് അല്ലെ, അതിൽ കുറെ ഡിഫക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് അതിന്റെ മൈക്രോ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങളൊക്കെ നമ്മുടെ ലാബിൽ നിങ്ങളെ ഇപ്പം ബയോളജി എടുത്തവർ, +2 ബയോളജി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളെ സുവോളജി, നിങ്ങളെ ബോട്ടണി ലാബിലൊക്കെ നിങ്ങൾ സെൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെൽസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് മാഗ്നിഫൈ ചെയ്താൽ നോക്കുക അല്ലെ. നമുക്കറിയാം സെൽസ് നമ്മളെ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പാൻ സെല്ലും എമ്മൽ സെല്ലും അതിനുള്ളിലെ കുറെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നോക്കിയത്? എങ്ങനെയാണ് നിങ്ങൾ അവിടെ നോക്കിയത് ലാബിൽ? അങ്ങനെയാണ് ശ്രീരാഗ് വിജയൻ, സൗരവ് ശ്രീജിത്ത്, അല്ലേ? അങ്ങനെയാണ്. ആരെങ്കിലും പറ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടല്ലേ നോക്കിയത് അല്ലേ? നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടല്ലേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതല്ലേ. നമ്മളത് മാഗ്നിഫൈ ചെയ്ത് നോക്കണം, എന്നാലും നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സെയിം ഇവിടെ നമ്മൾ മൈക്രോ സ്ട്രക്ചർ ലെവലിൽ അതിന്റെ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്നാണ് ഇതിൽ നോക്കുന്നത്. അപ്പോ നമ്മൾ എന്താണ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളൊരു സാമ്പിൾ എടുക്കും അല്ലെ. മെറ്റീരിയൽ നമുക്ക് മൊത്തം മെറ്റീരിയൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്യാൻ നമ്മൾ മൊത്തം മെറ്റീരിയൽ എടുക്കൂല അല്ലെ. അതിനൊരു സാമ്പിൾ എടുക്കും. വാട്ട് വി വിൽ സീ ഇൻ എ മെറ്റീരിയൽ ഓർ സാമ്പിൾ. എന്താണ് നമ്മൾ കാണുന്നത് മെറ്റീരിയൽ? നമ്മളതിൽ ഇതുപോലത്തെ ഒരു മാഗ്നിഫൈങ് ഒരു മൈക്രോസ്കോപ്പോ ഇതുപോലത്തെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ മെറ്റീരിയൽസ് ഇപ്പോൾ പഠിച്ചപ്പോൾ നമുക്കറിയാം 3 ടൈപ്പ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ക്രിസ്റ്റൽ അറേഞ്ച്മെന്റ് വെച്ചിട്ട് അല്ലെ. എന്ന് വെച്ചാൽ സിംഗിൾ ക്രിസ്റ്റലാണ്, അതായത് ഫുൾ മെറ്റീരിയൽ ഒറ്റ ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് മാനുഫാക്ചറിങ് പ്രോസസ് വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സിംഗിൾ ക്രിസ്റ്റലൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ജനറലി നോർമലി നമ്മൾ കാണുന്നതെല്ലാം പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ്. ഇനി നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഉണ്ട് വേറെ. അത് വെച്ചാൽ അവിടെയൊക്കെ അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈന് വേറെ തരം അമോർഫസ് മെറ്റീരിയൽസ്. എന്താണ് ഇതിന്റെ എല്ലാം ഡിഫറൻസ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സിംഗിൾ ക്രിസ്റ്റൽ മെറ്റീരിയൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ക്രിസ്റ്റൽ മെറ്റീരിയൽസ് ആണെങ്കിൽ എല്ലാ ആറ്റംസും റെഗുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. റെഗുലറായിട്ട് സെയിം ഫാഷനിൽ ത്രൂ ഔട്ട് 3 ഡയമെൻഷൻ അതിന്റെ സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇതിന്റെ പോളിക്രിസ്റ്റൽ മെറ്റീരിയൽ എന്താ സംഭവം? പോളിക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പോളിക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ മൾട്ടി ക്രിസ്റ്റലൈൻ, ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മള് ചിലപ്പോഴൊക്കെ നമ്മൾ ദീസ് ക്രിസ്റ്റൽസ് ആർ ഓൾസോ കോൾഡ് ഗ്രെയിൻസ്. രണ്ടും സെയിം തന്നെയാണ്. ക്രിസ്റ്റൽസും നമ്മൾ ചിലപ്പോൾ ഗ്രെയിൻസും പറയുന്നത്. അപ്പൊ എന്താണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഗ്രെയിൻസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പൊ അതാണ് നിങ്ങൾ സ്ലൈഡിൽ ഇപ്പൊ കാണിക്കുന്ന സെക്കൻഡ് ഇമേജ്. മുകളിൽ സെക്കൻഡ് ഇമേജ് പറഞ്ഞാൽ പോളിക്രിസ്റ്റലാണ്. അവിടെ നോക്കിയാൽ ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽ ഉണ്ടാവും, പക്ഷെ ഓരോ ക്രിസ്റ്റലിലും അതിന്റെ അകത്ത് ഓരോ ക്രിസ്റ്റലിന്റെ അകത്തുമുള്ള ആറ്റംസ് റെഗുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു റെഗുലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണിക്കുന്ന സ്ലൈഡിൽ കാണിക്കുന്ന ഈ പോളിക്രിസ്റ്റൽ 2 ക്രിസ്റ്റൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 ക്രിസ്റ്റൽ കാണിക്കുന്നുണ്ട് ഇല്ലല്ല. ഇപ്പൊ കേസിൽ കാണിക്കുന്ന ഈ ചെറിയൊരു ഭാഗം ഒരു ക്രിസ്റ്റൽ, ഇത് രണ്ടാമത്തത്, മൂന്നാമത്തെ. പക്ഷെ ഈ ക്രിസ്റ്റൽ നോക്കിയാൽ ഈ ക്രിസ്റ്റലിന്റെ
ഒരു ഗ്രെയിനിന്റെ അകത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന്റെ അകത്ത് നോക്കിയാൽ അതിന്റെ അകത്തുള്ള ആറ്റംസ് എല്ലാം റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. തൊട്ടപ്പുറത്തുള്ള ക്രിസ്റ്റൽ നോക്കി അതും റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ക്രിസ്റ്റൽ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഈ അല്ലെങ്കിൽ ഗ്രെയിൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഗ്രെയിൻ ബൗണ്ടറി വെച്ചിട്ടാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽ ഉണ്ടാവും. ഓക്കെ, അതാണ് പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. അപ്പോൾ റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്നതൊക്കെ പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ്. നോർമലി ഓൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആർ പോളി ക്രിസ്റ്റലൈൻ. ഓക്കെ, പിന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അമോർഫസ് മെറ്റീരിയൽ ആണ്. അമോർഫസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ അവിടെ ദീസ് ആറ്റംസ് ആർ അറേഞ്ച്ഡ് റാൻഡംലി അറേഞ്ച്ഡ് ആണ്. ഓക്കെ, അതിന് അമോർഫസിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്ന ഗ്ലാസ്. ഗ്ലാസ് അമോർഫസ് മെറ്റീരിയലിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മളെ സ്റ്റഡി ഫുള്ള് നമ്മളിപ്പോൾ ചെയ്യുന്നത് പോളി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ആണ്. ഈവൺ അമോർഫസ് മെറ്റീരിയൽസിൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. നമുക്കറിയാം ഗ്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് ന്യൂ ഡെവലപ്മെന്റ്സ് ഉണ്ടല്ലേ ഗ്ലാസ്സിൽ. നമുക്കറിയാം നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് അല്ലെ, ഗ്ലാസ് എന്ത് ഗ്ലാസ് ഉണ്ടോ അതിന്റെ പേര്, എന്ത് ഗ്ലാസ് അതിനെ പറയല്, സ്ക്രാച്ച് ഫ്രീ, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ് നമ്മളിപ്പോ പരസ്യം കാണില്ല, എന്താണ് അതിന് പറയല്, ആരെങ്കിലും പറഞ്ഞ ഏത് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മൊബൈലൊക്കെ? ഗൊറില്ല ഗ്ലാസ് അല്ലെ, ഗൊറില്ല ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതിന് അതിൻ്റെതായ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മളെ വണ്ടി ഓട്ടോമൊബൈലിലൊക്കെ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെ വളരെ മുമ്പൊക്കെ ഗ്ലാസുകൾ ബ്രേക്ക് ചെയ്താൽ അത് എങ്ങനെ ഉണ്ടായാലും അത് അതിന്റെ ഷാർപ്പ് എഡ്ജസ് കാണിച്ചിട്ട് തന്നെ ആയിരിക്കും അത് നിൽക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ ഗ്ലാസ് ഒക്കെ ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം ആക്സിഡന്റിന്റെ എന്തെങ്കിലും നടന്നിട്ട് നമുക്ക് അവിടെ പോയാൽ അറിയാം ഷാർപ്പ് എഡ്ജസ് ഇല്ലാത്ത ഷേപ്സിലായിരിക്കും ഈ അതിന്റെ ഓരോ കഷ്ണങ്ങൾ ഉണ്ടാകും അല്ലെ, ഓരോ പീസസ് ഉണ്ടാകും. അതായത് പരമാവധി നമുക്ക് ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഇതിലുണ്ടായ ഫർദർ ഡെവലപ്മെന്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായത്. അപ്പോൾ ആ ഗ്ലാസിന്റെ ഏരിയയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ്, അപ്പൊ അതെല്ലാം വരുന്നത് അമോർഫസ് മെറ്റീരിയൽസിന്റെ കേസിലാണ്. അപ്പോ ഈ ഇപ്പൊ സ്ലൈഡിലുള്ള താഴത്തെ ഫിഗറിൽ വീണ്ടും ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. റെഗുലർ ആയിട്ട് ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഫുൾ ഒറ്റ ക്രിസ്റ്റൽ ആണ്. രണ്ടാമത്തെ അമോർഫസിൽ നോക്കിയ റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. തേർഡ് വൺ പോളി ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽ ഉണ്ട്, പക്ഷെ ഓരോ ക്രിസ്റ്റലിലും റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റമാണ്. ഈ ബൗണ്ടറി വരുന്നത് അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി വരുന്നത് ആണ് ഈ മിസ്അലൈൻമെന്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ മിസ് ഓറിയന്റേഷൻ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ സിംഗിൾ ക്രിസ്റ്റൽസിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ. സിംഗിൾ ക്രിസ്റ്റൽസ് പറഞ്ഞാൽ ഓൺലി വൺ ക്രിസ്റ്റൽ എന്ന്. അപ്പോൾ ഇപ്പോ സ്ലൈഡിൽ കാണിക്കുന്ന ഫിഗർ പറഞ്ഞാൽ ഒരു ടർബൈൻ ബ്ലേഡ് ആണ്, ഗ്യാസ് ടർബൈൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നിങ്ങളത് നമ്മളെ തെർമൽ ഫ്ലൂയിഡിലെല്ലാം ആയിട്ട് ഇത് പഠിക്കും ടർബൈൻസ് ഒക്കെ. അപ്പോൾ ടർബൈൻസിൽ ടർബൈൻ ബ്ലേഡ്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ നോക്കി ഇവിടെ ഈ ബ്ലേഡ് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ അതുപോലെ കാണിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിലും പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ അത് ഡയറക്ഷനലി സോളിഡിഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്രിസ്റ്റൽ കാണാം, അതെല്ലാം ഒരു പാരലൽ അറേഞ്ച്മെന്റിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണാം. ആ രീതിയിലാണ് അതിനെ ഡയറക്ഷനലി സോളിഡിഫൈ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ടർബൈൻ ബ്ലേഡ് ആണ് രണ്ടാമത്തെ ഫിഗർ. ആദ്യത്തത് പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ കൊണ്ടാണോ, അതിൽ ക്രിസ്റ്റൽസ് ഒക്കെ അതിന്റെ മൈക്രോസ്ട്രക്ചർ നോക്കിയാൽ കുറെ ടൈപ്സ് ഉണ്ട്, വൈറ്റും ഡാർക്കും കളറിലുള്ള കുറെ ക്രിസ്റ്റൽസ് ആണ്. തേർഡ് വൺ പറഞ്ഞാൽ സിംഗിൾ ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സിംഗിൾ ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ അത് ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്താൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ആകാശിന് ജോയിൻ ആവുമല്ലോ, ഞാനിവിടെ ആവുമല്ലോ, അവൻ എന്നാലും വേറെ മാറിയിട്ടുണ്ട് നമുക്കറിയാം. കാരണം ഞാൻ 2 സ്റ്റാഫ് അഡ്വൈസർ ലോഗിലും കയറിയിട്ടുണ്ട്, അഥവാ പ്രശ്നമൊന്നും കേൾക്കാം. എനിക്കൊന്ന് അവൻ വേറെ ഏതെങ്കിലും മാറിയിട്ടായിരിക്കും കയറിയത് ID ലിങ്ക്, വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും, അപ്പൊ അവര് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അവനൊന്നുകൂടി ട്രൈ ചെയ്തോ മനസ്സിലാവും. അപ്പൊ ഇതിൽ തേർഡ് ഫിഗർ കാണിക്കുന്നത് സിംഗിൾ ക്രിസ്റ്റൽ. അപ്പൊ സിംഗിൾ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിന്റെ സാമ്പിൾ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ നോക്കിയാൽ നമുക്ക് കാണുന്നത് എന്താ, ഒന്നും കാണില്ല അല്ല, ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നോക്കി ഈ ടർബൈൻ ബ്ലേഡ്സ് ഒക്കെ നമ്മൾ സാധാരണ സിംഗിൾ ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ചില പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഈ ഗ്യാസ് ടർബൈൻ ബ്ലേഡ്സ് എല്ലാം വെരി ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ വെരി ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, വെരി ഹൈ പ്രഷർ ഉണ്ടാവും.
അപ്പോൾ അവിടെ നമ്മൾ ഈ പോളിക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ നമ്മളെ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും. ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ ഡിഫക്റ്റ് ഉണ്ടാവാനില്ല അല്ലെങ്കിൽ അതിൽ ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ് അല്ലെ. അപ്പോ ഇതുപോലെ വെരി ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അവിടെ ക്രീപ്പ് ഡിഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ക്രീപ്പ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫർദർ അത് ഫെയിലിയറിലേക്ക് പോകും. അപ്പോൾ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ക്രീപ്പ് ഡിഫോർമേഷനും ഫർദർ ഫെയിലിയറും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്പെഷ്യൽ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഇതുപോലെ വേറെ എവിടെയാണ് ബൗണ്ടറി പ്രോപ്പർട്ടീസിന് അഫക്ട് ചെയ്യുന്ന ഇതുപോലത്തെ ആപ്ലിക്കേഷൻ നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടർബൈൻ ബ്ലേഡ്സിൽ നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽസ് കൊണ്ടാണ് നമ്മൾ ടർബൈൻ ബ്ലേഡ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ചില സ്പെഷ്യൽ ആപ്ലിക്കേഷൻ നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 30 മൈക്രോൺസ് ആണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളൊരു സാമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറെന്റ് ഗ്രെയിൻസ് ഇതുപോലെ കാണാം. ഇവിടെ നോക്കിയാൽ ഒരുപാട് ഗ്രെയിൻസ് കാണുന്നുണ്ട് അല്ലെ. ഈ ഗ്രെയിൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തത് ഗ്രെയിൻ ബൗണ്ടറീസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതുപോലെ മൈക്രോസ്കോപ്പിലേക്ക് കാണുന്നതിന് മുമ്പ് മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ അതിന് മുമ്പിൽ നമ്മൾ അതിന് മുകളിൽ നമ്മൾ കുറച്ച് പ്രോസസ് ചെയ്യാം. കുറെ സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് മുമ്പിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കും ഇന്നത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ സെയിം ഒരു മെറ്റീരിയൽ വാട്ട് ഡു വി മീൻ ബൈ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്നത് സ്റ്റീലിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ് കാണിക്കുന്നത്. 50 മൈക്രോൺ ലെവലിലേക്കുള്ള മാഗ്നിഫൈ ചെയ്ത സ്റ്റീലിന്റെ ഒരു ഇമേജ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രെയിൻസ് കാണാം അല്ലെ. ക്രിസ്റ്റൽസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഗ്രെയിൻ ബൗണ്ടറി. ഓരോരോ ഷേപ്പാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു സർക്കുലർ ഷേപ്പ് എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രെയിൻ സൈസിനാൽ നമ്മൾ ഡയമീറ്റർ വെച്ചിട്ട് പറയാറുണ്ട് അതിന്റെ സൈസ് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതിനൊക്കെ നോക്കി പല കോൺട്രാസ്റ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ആയിട്ട് നമുക്ക് കുറെ ഗ്രെയിൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയലിന്റെ മൈക്രോസ്കോപ്പിക് അതിന്റെ അനാലിസിസ് കാണിക്കുന്ന ഇമേജ് ആണിത്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഇമേജ് നോക്കി അതിനെ ഫർദർ ഒന്നും കൂടി അതിന്റെ റെസൊല്യൂഷൻ കൂട്ടി മാഗ്നിഫൈ ചെയ്ത് 25 മൈക്രോൺസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ കുറച്ച് ഗ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്രെയിൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അകത്ത് നോക്കിയത്. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറിലെ ഒരു ഗ്രെയിൻ ആണ്. അതായത് ബോഡി സെന്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ ട്രീ സെന്റേഡ് ക്യൂബിക്, അതുപോലെ ക്യൂബിക് സ്ട്രക്ചറിലെ ഒരു അറ്റോമിക് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രെയിൻ മാത്രം നോക്കി, ഇപ്പൊ എന്റെ കേഴ്സറിൽ ആ ഒരു ഗ്രെയിൻ മാത്രം നോക്കിയാൽ അതിന്റെ അകത്ത് കുറച്ച് ക്യൂബ്സ് ധരിച്ചിട്ടുണ്ട് അല്ലെ. ഈ ക്യൂബ്സ് എല്ലാം സെയിം ഫാഷനിൽ ഓറിയന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ അല്ലെ. അതായത് ഒരു ഗ്രെയിനിന്റെ അകത്തുള്ള ആറ്റംസ് എല്ലാം അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ സെയിം ഫാഷനിലായിരിക്കും. തൊട്ടപ്പുറത്തെ ഒരു ഗ്രെയിൻ നോക്കി, ഇവിടെ ചെറിയ ഗ്രെയിൻ നോക്കി, അതിലും ഇതുപോലത്തെ ക്യൂബിക്കൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഗ്രെയിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലേക്ക് വേറൊരു ഓറിയന്റേഷനിലേക്കാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ഗ്രെയിനും വ്യത്യസ്തമായിട്ടാണ് അതിന്റെ തൊട്ടപ്പുറത്തിന്റെ വേറൊരു ഗ്രെയിനിൽ ഈ പറയുന്ന അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ ഗ്രെയിനിലും ഓരോ രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്. പക്ഷെ ഒരു ക്രിസ്റ്റലിനകത്തിന്റെ അറേഞ്ച്മെന്റ് എല്ലാം ത്രൂഔട്ട് സെയിം പാറ്റേണിലായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇത് രണ്ടും എവിടെയാണ് കൂടിച്ചേരുന്നത്? ഈ ഗ്രെയിൻ ബൗണ്ടറീസിലാണ് ഇതൊക്കെ വന്ന് കൂടിച്ചേരുന്നത്. നമുക്കറിയാം അതിർത്തി ഉണ്ടാവില്ല, രണ്ട് രാജ്യത്തിന്റെ അതിർത്തി പോലെ ഗ്രെയിനിന്റെ രണ്ട് അതിർത്തിയുണ്ട്. അപ്പോൾ ആ ഒരു ബൗണ്ടറിയിൽ ആ ഒരു അതിർത്തിയിൽ ഉണ്ടാവും ആറ്റംസ് എല്ലാം വ്യത്യസ്ത രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, പ്രോപ്പർ ഫാഷനിലായിരിക്കില്ല. അതിനുശേഷം വൺസ് ഒരു ഗ്രെയിൻ്റെ അകത്തേക്ക് എത്തിയാൽ പിന്നെ ത്രൂഔട്ട് സെയിം ഫാഷൻ. അപ്പൊ അവിടെ ഒരു മിസ്അലൈൻമെന്റ് നമുക്ക് കാണിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറീസ് നമ്മൾ പറഞ്ഞത് അല്ലെ. മിസ്അലൈൻമെന്റ് എത്ര ഡിഗ്രി ആംഗിൾ ആണെന്നല്ലേ, ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് വെച്ചിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറീസ് നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിലല്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ മൈക്രോസ്കോപ്പിക് അനാലിസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന വേറെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലേ. ഇതിന്റെ ഈ മെറ്റീരിയൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഒരു സ്റ്റീലിന്റെ മൈക്രോ സ്ട്രക്ചർ ആണ്. അപ്പൊ സ്റ്റീൽ പറഞ്ഞാൽ അത് കുറെ ഫോംസിൽ നമുക്കത് എക്സിസ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ കുറെ ഫോംസിൽ കുറെ ഫേസസിൽ അത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോ ഫെറൈറ്റ്, ഓസ്റ്റനൈറ്റ്, പേർലൈറ്റ്,
മാർട്ടൻസൈറ്റ്, ബയനൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീലിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്, ഈ ഡിഫറെന്റ് ഫേസസ് സ്റ്റീലിൽ. കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റീലിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സ്റ്റീലാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു അലോയ്. നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നതും മാക്സിമം നമുക്ക് അപ്ലിക്കേഷൻ വരുന്നതും സ്റ്റീലാണ്. കുറെ ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ഉണ്ട്. ഇവിടെ കാണിക്കുന്നത് മൈക്രോ സ്ട്രക്ചർ ആണ്, സ്റ്റീലിന്റെ മൈക്രോ സ്ട്രക്ചർ ആണ്. അപ്പൊ അവിടെ ആ മൈക്രോ സ്ട്രക്ചർ 50 മൈക്രോൺസിൽ ഉണ്ട്. അപ്പൊ അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവാം അതിൽ 2 ടൈപ്സ് ഓഫ് ഫേസസ് ആണുള്ളത്. അപ്പൊ അതിൽ ഡാർക്ക് കളർ കാണിക്കുന്നത് ഈ അയണിന്റെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ആൽഫ ഫേസ് ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫെറൈറ്റ് ഫേസ് എന്ന് പറയും. അയണിന്റെ ഫെറൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ വൈറ്റ് കളറിൽ കാണിക്കുന്നത് അതിന്റെ ഓസ്റ്റനൈറ്റ് ഫേസ് ആണ്, ഓസ്റ്റനൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നമ്മൾ ഗാമ അയൺ എന്ന് പറയും. അപ്പൊ ആൽഫ അയൺ എന്ന് പറയുന്ന ഫെറൈറ്റ് ഫേസും ഉണ്ട്, ഈ ഗാമ അയൺ എന്ന് പറയുന്ന ഓസ്റ്റനൈറ്റ് ഫേസും ഉണ്ട്. അത് വെച്ചിട്ടാണ് അതാണ് നമുക്ക് ഈ മൈക്രോ സ്ട്രക്ചറിലൂടെ 50 മൈക്രോൺസിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഗ്രെയിൻ ബൗണ്ടറീസ് വെച്ചിട്ടാണ്. നമുക്കറിയാം അതിന്റെ ഇടയിലെ സെപ്പറേഷൻ ഒക്കെ ഗ്രെയിൻ ബൗണ്ടറീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അപ്പൊ ഇതിൽ നോക്കി ആൽഫ അല്ല, ഈ ഡാർക്ക് കളറിന് ആൽഫ ഇവിടെ ലെറ്റർ എഴുതി കാണിച്ചിട്ടുണ്ട്, വൈറ്റ് കളറിന് ഗാമ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രെയിൻ ബൗണ്ടറി കൂടാണ്ട് വേറൊരു ഗ്രെയിൻ ബൗണ്ടറിയും ഇവിടെ ഉണ്ടാവും. അതാണ് ട്വിൻ ഗ്രെയിൻ ബൗണ്ടറി. ഇവിടെ റെഡ് എയറോ വെച്ചിട്ട് കാണിക്കുന്നതാണ് ട്വിൻ ഗ്രെയിൻ ബൗണ്ടറി. നമ്മുടെ മറ്റേ ഗ്രെയിൻ ബൗണ്ടറി വ്യത്യസ്തമാണ് ഈ ട്വിൻ ഗ്രെയിൻ ബൗണ്ടറി. അപ്പൊ അതെപ്പോഴും പാരലൈറ്റ് ആയിരിക്കും ഉണ്ടാവില്ല, ഇതുപോലെ ട്വിൻസ് ആയിട്ടാണ് അത് വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഞാൻ പറഞ്ഞേ നമ്മൾ ഓൾറെഡി നമ്മൾ ട്വിന്നിങ് ഒക്കെ നോക്കിയതാണ്. ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതുപോലെ ഈ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയിലൂടെ അല്ലെങ്കിൽ ഈ മൈക്രോ സ്ട്രക്ചർ സ്റ്റഡിയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അതിന്റെ വേറൊരു ഫിഗർ നോക്കിയോ? വേറൊരു ഫിഗറിൽ ഇവിടെ കാണിക്കുന്നത് ഒരു 2 ഫേസ് അയൺ തന്നെ സ്റ്റീലിന്റെ സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. 200 മൈക്രോൺസിലേക്കുള്ള റെസൊല്യൂഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു മൈക്രോ സ്ട്രക്ചർ കിട്ടും. അതിൽ നോക്കി ആൽഫ അയൺ ഉണ്ട്, നേരത്തെ പറഞ്ഞ ആൽഫ ഫെറൈറ്റ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പി എന്ന് പറഞ്ഞാൽ പേർലൈറ്റ് ആണ്. ഇവിടെ കാണിക്കുന്ന ഈ ബ്ലാക്ക് കളർ ഇല്ലേ, അതാണ് പി എന്നുള്ള പേർലൈറ്റ് എന്നുള്ള ഒരു അതിന്റെ ഒരു ഫേസ്, സ്റ്റീലിന്റെ ഒരു ഫേസ് സ്ട്രക്ചർ, പെർട്ടിക്കുലർ സ്ട്രക്ചർ ആണ് ഒരു ടെമ്പറേച്ചറിൽ, അതാണ് പേർലൈറ്റ്. ആൽഫ എന്നുള്ള ഫെറൈറ്റ് വേറൊരു സ്ട്രക്ചർ ആണ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള സ്ട്രക്ചർ ആണ്, അത് വേറെ ഫേസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ആൽഫ അയൺ എന്ന് പറയും. അതാണ് ഇവിടെ വൈറ്റ് കളറിൽ കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഡാർക്ക് കളറിൽ കാണിക്കുന്നുള്ളത് പി പെർലൈറ്റിലെ ഫേസ് ആണ്. നമ്മൾ നോക്കി ഈ പെർലൈറ്റിൽ ഈ ഡാർക്ക് കളർ ഫേസ്, ഡാർക്ക് കളർ ആയിട്ട് കാണിക്കുന്ന ഈ റീജിയൻ ശരിക്കും 200 മൈക്രോൺസിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡാർക്ക് സ്പോട്ട് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. നമ്മൾ അതിനെ ഫർദർ വീണ്ടും നമ്മൾ അതിനെ മാഗ്നിഫൈ ചെയ്തു 200 മൈക്രോൺസ് അതായത് 2 മൈക്രോൺ ലെവലിലേക്ക് നമ്മൾ ഫർദർ മാഗ്നിഫൈ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് സ്പോട്ട് നമുക്ക് ഈ സെക്കൻഡ് ഇമേജ് ആയിട്ട് കാണും. ഈ സെക്കൻഡ് ഇമേജ് ആയിട്ടാണ് ആ ബ്ലാക്ക് സ്പോട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കിയേ, ആ ബ്ലാക്ക് സ്പോട്ടിന്റെ അകത്ത് നോക്കിയേ എന്താ ഉള്ളത്? കുറെ ഇതുപോലത്തെ ലേയേഴ്സ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കുറെ ഇതുപോലത്തെ ലാമിലാസ് ഉണ്ട്. അതിനാണ് ലാമിലാർ മൈക്രോസ്ട്രക്ചർ തോന്നുന്നത്. ലാമിലാസ് ഉണ്ട്. ആ ലാമിലാസ് നോക്കിയേ, ഒന്ന് ബ്രൈറ്റ് ഒന്ന് ഡാർക്ക്, ബ്രൈറ്റ് ഡാർക്ക് അറേഞ്ച്മെന്റ്സിലൂടെ ഒരുപാട് ലാമിലാസ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെയുള്ള പോലെ അയണിന്റെ തന്നെ അല്ലെങ്കിൽ സ്റ്റീലിന്റെ തന്നെ സിമെന്റൈറ്റ് ഫേസുമാണ് നമ്മൾ ഈ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഈ ലാമിലാർ സ്ട്രക്ചറിൽ കാണുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നുണ്ടാവും ദ റെസൊല്യൂഷൻ ഈസ് ബെറ്റർ ഇൻ ദ സെക്കൻഡ് ഇമേജ് അല്ലെ. സെക്കൻഡ് ഇമേജിലാണ് റെസൊല്യൂഷൻ കൂടിയത്. അപ്പോൾ നമ്മൾ നോക്കിയ നമ്മൾ ഈ മൈക്രോസ്ട്രക്ചർ അനാലിസിസിൽ നമ്മൾ ഡിഫറെന്റ് റെസൊല്യൂഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് റെസൊല്യൂഷൻസ് ആയിട്ട് അവൈലബിളിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ നല്ല റെസൊല്യൂഷനിൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ സ്റ്റഡി നടത്തിയാണ് നമുക്ക് അതിന്റെ അറ്റോമിക് അല്ലെങ്കിൽ സബ് അറ്റോമിക് അല്ലെങ്കിൽ അതിന്റെ ഇന്നർ ലെവലിലേക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. റെസൊല്യൂഷൻ കുറഞ്ഞതാണെങ്കിൽ നമുക്ക് അതിന്റെ അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആ ഒരു റെസൊല്യൂഷന്റെ ഡിഫറൻസ് ഈ ഫിഗറിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ലാമിലാർ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ പേർലൈറ്റിന്റെ ലാമിലാർ അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. ഈ ബ്ലാക്ക് കളർ കാണിക്കുന്ന സാധനത്തിന് ഒന്നും കൂടി മാഗ്നിഫൈ ചെയ്തിട്ട് നമ്മളാണ് ഈ സെക്കൻഡ് ഇമേജ് കിട്ടിയത്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഒരു മൈക്രോസ്ട്രക്ചർ കാണുമ്പോൾ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ, ഡിഫറെന്റ് ഇൻഫോർമേഷൻ ഫ്രം എ മൈക്രോസ്ട്രക്ചർ. ലൈക്ക് എന്താണ്, സൈസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടും. സൈസ് ഓഫ് ദി ഗ്രെയിൻ, what are the different phases in that material, how these materials are, how these grains are arranged, how these grains are distributed, and other features. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൈക്രോസ്ട്രക്ചർ അനാലിസിസിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
ഇനി മൈക്രോ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്കത് നമ്മളിത് ശരിക്കും ഒരു മൈക്രോസ്കോപ്പ് അല്ല ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നമ്മൾ നോക്കണം അല്ലെ, എന്നാലേ നമുക്ക് മൈക്രോ സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളെ ബോട്ടണി ക്ലാസ്സിലും സുവോളജി ക്ലാസ്സിലും നിങ്ങൾ സെൽസും ബാക്കി അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്തതുപോലെ നിങ്ങൾ കണ്ടതുപോലെ ഇവിടെ നമുക്ക് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ വേറൊരു ഹയർ റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പിലൂടെ ഇത് നോക്കണം അല്ലെ, ഇതിന്റെ ഒരു സാമ്പിൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ഫീച്ചേഴ്സ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയലിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ട കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോസസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ നോക്കുന്നത്. എന്താണ് അതിൽ വരുന്ന മൈക്രോസ്ട്രക്ചർ ആൻഡ് ഡിറ്റർമിനേഷൻ വരുന്ന കുറെ ആണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഇതെല്ലാം മെറ്റലോഗ്രാഫി നമുക്ക് പറയാം. സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ. ഓക്കെ, സെക്കൻഡ് വൺ റഫ് ഗ്രൈൻഡിങ്. ഗ്രൈൻഡിങ് പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നമ്മളെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഗ്രൈൻഡിങ് എങ്ങനെയാ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ടൂൾ ഗ്രൈൻഡിങ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ടൂൾ ഗ്രൈൻഡിങ് മെഷീൻ നമുക്ക് കൂടി ഉണ്ട്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, അതിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് പോളിഷിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് എച്ചിങ്. ഇങ്ങനെ 5 പ്രോസസ് ആണുള്ളത്. ഈ 5 പ്രോസസ്സിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന്റെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്ക് മെറ്റീരിയൽ എടുക്കുന്നത്, സാമ്പിൾ എടുക്കുന്നത്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ. ആദ്യം നമ്മൾ സ്പെസിമെൻ സെലക്ട് ചെയ്യണം. ദ സ്പെസിമെൻ സെലക്ടഡ് ഫോർ സ്റ്റഡി മസ്റ്റ് ബി എ ട്രൂ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ മെറ്റീരിയൽ ബീങ് സ്റ്റഡിഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് സ്പെസിമെൻ എടുത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മെറ്റീരിയൽ ചിലപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ ചിലപ്പോൾ കേസ് ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. കേസ് ഹാർഡൻ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ ഇനി വരുന്ന ഒരു മൊഡ്യൂൾ പഠിക്കുന്നത്. കേസ് ഹാർഡൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചില മെറ്റീരിയൽ കുറച്ച് അത്രയും സ്ട്രോങ് ആയിരിക്കില്ല, ഹാർഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഔട്ടർ കേസിങ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഹാർഡൻ ചെയ്യും. അതിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ കേസ് ഹാർഡൻ ചെയ്ത മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ശരിക്കും ആ മെറ്റീരിയലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ പുറമേ ഉള്ളൊരു സ്പെസിമെൻ എടുത്തിട്ട് കാര്യമില്ല അല്ലെ, കാരണം അത് കേസ് ഹാർഡൻ ചെയ്ത സ്പെസിമെനാണ് അവിടെ നിന്ന് കിട്ടുന്ന സ്പെസിമെൻ. അപ്പൊ നമ്മൾ അതിന്റെ കൃത്യമായിട്ടാണ് അതിന്റെ കോർന്ന് തന്നെ നമ്മൾ സ്പെസിമെൻ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വേറെ ഡിഫറെന്റ് മാനുഫാക്ചറിങ് വേറെ എന്തെല്ലാം പ്രോസസ്സ് ചെയ്യുമ്പോഴും അവിടെ ഹീറ്റ് ഡിഫറൻസ് കാരണം ഈ മൈക്രോസ്ട്രക്ചറിലുണ്ടല്ലോ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിമെൻ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യം അതിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി കാണിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ സ്പെസിമെൻ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് ദ സ്പെസിമെൻ ഈസ് നോട്ട് ഹീറ്റഡ് അപ്പ് വൈൽ കട്ടിങ്. സ്പെസിമെൻ ഹീറ്റ് ചെയ്താൽ അതിന്റെ ഇറ്റ് വിൽ ചേഞ്ച് ദി മൈക്രോ സ്ട്രക്ചർ ഓഫ് ദ സ്പെസിമെൻ. അപ്പോൾ ഹീറ്റ് അധികം ഉണ്ടാവാതെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഹീറ്റ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മൈക്രോ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഹീറ്റ് അധികം ഉണ്ടാവാതെ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നത് നമ്മൾ ഏത് സൈസിലെ സ്പെസിമെൻ എടുക്കണം എന്നുള്ളതാണ്. 10 to 15 mm മില്ലിമീറ്റർ ആണ്. 10 to 15 mm എന്ന് പറഞ്ഞാൽ 1.5 സെന്റിമീറ്റർ വരെ അത്രയും ഡയമീറ്ററിലുള്ള സ്പെസിമെൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം അത്രയും ഒരു സ്ക്വയർ ഷേപ്പിൽ, ഇപ്പോൾ ഡയമീറ്ററിൽ അല്ല സർക്കുലർ അല്ല ഉദ്ദേശിക്കുന്നത്, സ്ക്വയർ ഷേപ്പിലായാലും അത്രയും ഒരു വിടുത്തില്ല, ലെങ്ത് വിടുത്തില്ല അത് സ്പെസിമെൻ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, സെലക്ടിങ് ദ സ്പെസിമെൻ. എങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അത് കട്ടിങ് ദ സ്പെസിമെൻ ആണ് അത്. ഓക്കെ, അപ്പൊ അത്രയും. അപ്പോ ഇത് പിന്നെ കട്ടിങ് പറഞ്ഞു, നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് അബ്രസീവ് വീൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോ ഉപയോഗിക്കാം അല്ലെ. സോ നമുക്കറിയാം, നിങ്ങൾ ആക്സോ ബ്ലേഡ് പഠിച്ചതാണ് അല്ലെ. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് നിങ്ങളെ ഫിറ്റിംഗ് എന്നുള്ള വർക്ക്ഷോപ്പിൽ ഫിറ്റിംഗിൽ ഫയലിംഗ് ഒക്കെ ചെയ്ത് അവിടെ നിങ്ങൾ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തതാണ്. അത് ആക്സോ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ആക്സോ ബ്ലേഡ്. നമുക്ക് പവർ ആക്സോസ് ഉപയോഗിക്കാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയുള്ള ആക്സോസ് അല്ലെങ്കിൽ അബ്രസീവ് വീൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്. പക്ഷെ ഹീറ്റ് കൂടുതൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അതിന്റെ എത്ര സൈസിലുള്ള സ്പെസിമെനാണ് കട്ട് ചെയ്യുന്നത് നമ്മളിവിടെ നോക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ് പ്രോസസ്സാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ പിന്നെ ഇവിടെ നിങ്ങളെ ഫയലിംഗ് ചെയ്യുന്ന സമയത്തല്ലേ, നിങ്ങൾ ഫയൽ ചെയ്തില്ല, നിങ്ങളെ ഫിറ്റിംഗിലെ ജോബ് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഫയൽ ചെയ്തതാണ്.
ഫയൽ ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? നമുക്ക് ഫ്ലാറ്റ് ചെയ്യാനാണ് അല്ലെ? ആ ഫസ്റ്റ് പീസിന്റെ മുകളിൽ നമ്മൾ സർഫസ് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫൈൻ ആയിട്ട് നമ്മൾ അതിന്റെ മുകളിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡിങ് പറയല്. നമുക്കത് ഗ്രൈൻഡിങ് വീൽ വെച്ച് ചെയ്യാം, നമുക്കത് ഫയൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് പിന്നെ എമറി ബെൽറ്റ് പറഞ്ഞ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. The first step in grinding is to make the surface absolutely flat in order to make it suitable for viewing at a higher magnification through microscope. Okay. അപ്പോൾ നമുക്കറിയാം ഈ നമ്മളെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഉള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇപ്പൊ നിങ്ങൾക്ക് ഈ മാഗ്നിഫിക്കേഷൻ പിക്സൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ക്യാമറയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടോ? നമുക്ക് പരിചയമുള്ളതാണ് റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു കാര്യമാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഈ മൈക്രോസ്കോപ്പിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ടാവും. ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്കറിയാം, നമുക്ക് നമ്മൾ ക്യാമറയിലൊക്കെ നമുക്ക് ബൊക്കെ ഇമേജസ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെ, നമുക്ക് ഔട്ട്സൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലർ ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ നമ്മൾ എടുക്കാറുള്ളൂ ക്യാമറയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ മൈക്രോസ്കോപ്പിന്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ ഡെപ്തിലുള്ള ഇമേജ് മാത്രമേ നമുക്ക് സ്ക്രീനിൽ പതിയും. അതിന്റെ അപ്പുറത്തേക്കോ അതിന് മുന്നിലേക്കോ ഉള്ള ഇമേജസ് ഒക്കെ വ്യൂ ഒക്കെ അത് ബ്ലർ ചെയ്ത് കളയും. അത് ഫോക്കസ് ചെയ്തത് ആ പർട്ടിക്കുലർ ഡെപ്തിൽ മാത്രമായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ ഡെപ്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഫ്ലാറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഫോക്കസ് ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരാളെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് അയാളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ മുഖത്തിന്റെ ഒരു ഭാഗം മാത്രം ഫോക്കസും ബാക്കിയുള്ള ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആവും. ഓക്കെ. ചിലപ്പോൾ ബാക്കിൽ മുടിയിലെ ഭാഗമൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആവും. അത് ഡെപ്ത് ഓഫ് ഫീൽഡ് നല്ലോണം കുറച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പ് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് കൃത്യം കിട്ടണമെങ്കിൽ സ്പെസിമെൻ എന്താണ്? അത് ഫ്ലാറ്റ് ആയിരിക്കണം, യൂണിഫോം ആയിട്ട് അത് ഫ്ലാറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഡെപ്ത് ഓഫ് ഫീൽഡിൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇത് ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം? ഈ റഫ് ഗ്രൈൻഡിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഗ്രൈൻഡിങ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. കട്ട് ചെയ്തതിനു ശേഷം റഫ് ഗ്രൈൻഡിങ് യൂസിങ് എ ഫയൽ. നിങ്ങൾ ഫയൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെ ഫ്ലാറ്റ് ചെയ്യലെന്ന്, മെറ്റീരിയൽ എങ്ങനെ റിമൂവ് ചെയ്ത് അറിയാം. യൂസിങ് എ ഫയൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ യൂസിങ് ഞാൻ നേരത്തെ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീലിൽ നമ്മൾ സ്പെസിമെൻ വെച്ചിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തേർഡ് വൺ ഇസ് മോട്ടോർ ഡ്രിവൺ എമറി ബെൽറ്റ്. എമറി എന്നുള്ള പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ്. ആ എമറി ബെൽറ്റ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ മുകളിൽ നമുക്ക് സ്പെസിമെൻ വെച്ചിട്ട് നമുക്ക് അതിനെ പാറ്റേൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ 2-3 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ പാറ്റേൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഫയൽ മെറ്റീരിയൽ ഫിക്സ് ചെയ്തിട്ട് ഫയൽ അതിന്റെ മുകളിൽ റബ്ബ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ഫയൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ സ്പെസിമെൻ നമുക്കറിയാം 10 to 15 mm മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ സ്പെസിമെൻ ഫയലിന്റെ മുകളിൽ റബ്ബ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ. സ്പെസിമെൻ ഫയലിന്റെ മുകളിൽ റബ്ബ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ കൺവെൻഷനിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. Okay. The file is kept stationary and the specimen is rubbed against it. Again, care must be taken to ensure not to get the specimen heated up. So, ഇവിടെ specimen അതിലും ചൂടാവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന്റെ ഇന്റർമീഡിയറ്റ് ടൈം കൊടുത്തിട്ട് വേണം നമ്മളിത് റബ്ബ് ചെയ്യാൻ. Okay. And after the specimen and the hands of the operator should be washed to remove the coarse filings and adhesive particles. അപ്പോൾ അതിന്റെ മുകളിലുള്ള ഡെബ്രിസും കാര്യങ്ങളൊക്കെ നമ്മൾ വൺസ് ഈ ടഫ് ഗ്രൈൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ടോ ഏത് ആയിക്കോട്ടെ അത് ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് വൃത്തിയാക്കിയിട്ട് വെക്കണം അല്ലെ. ഇത് സാധനം നമ്മൾ ഫ്ലാറ്റൻ ചെയ്ത സാധനം വൃത്തിയാക്കി ഓപ്പറേറ്ററും ഹാൻഡ്സും വൃത്തിയാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്പെസിമെനും വൃത്തിയാക്കിയിട്ട് വെക്കണം. അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്. അപ്പൊ അത് നമ്മൾ നോക്കി സെലക്ഷൻ ആൻഡ് കട്ടിംഗ് സ്പെസിമെൻ. രണ്ടാമത് നമ്മൾ നോക്കി ഗ്രോസ് ഗ്രൈൻഡിങ്. തേർഡ് സ്റ്റെപ്പാണ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈൻ ഗ്രൈൻഡിങ്. അപ്പൊ റഫ് ഗ്രൈൻഡിങ്ങിന് ശേഷം ഒരു ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ഉണ്ട്. അതിലെന്താണെന്ന് നോക്കാം. ഫസ്റ്റ്
This is carried out using a sequence of emery papers of progressive finer abrasive grid sizes. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എമറി പേപ്പേഴ്സ് ആണ്. നമ്മൾ വീട്ടിലൊക്കെ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാൻഡ് പേപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം ഈ പേപ്പർ എമറി പേപ്പേഴ്സ് പറയുന്നത് തന്നെയാണ്. ഒരുപാട് ഗ്രിഡ് സൈസിൽ പേപ്പേഴ്സ് കിട്ടും അല്ലെ. നമുക്ക് ആദ്യം നമ്മൾ പോളിഷ് ചെയ്ത് കളയും. ഇപ്പൊ നമ്മളൊരു വുഡൻ ചെയർ ആണെങ്കിൽ നമ്മൾ അതിന് ഒന്ന് പോളിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിന്റെ മുകളിലെ അത് നമ്മളൊന്ന് ഫ്ലാറ്റൻ ചെയ്യും അല്ലെ. അതിന്റെ മുകളിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ പെയിന്റ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യും അല്ലെ. അതിന്റെ മുകളിൽ പല ഡേർട്ടും അതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ പേപ്പേഴ്സ് ഉപയോഗിക്കും അല്ലെ. അതിൽ കുറെ ഗ്രിഡ് സൈസസ് ഉണ്ടാവും അല്ലെ. അത് ഫൈൻ ഉണ്ടാവും, കോർസ് ഉണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോർസ് കൂടിയതായിരിക്കും ഉപയോഗിക്കല്. പിന്നെ നമ്മൾ ഫൈനിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നല്ല സ്മൂത്ത് സർഫസ് കിട്ടും. അപ്പോ ഇതുപോലത്തെ എമറി പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഡ് സൈസസ് ഓഫ് 220. അപ്പൊ ഈ ഗ്രിഡ് സൈസസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഓരോ സൈസസിൽ കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 220 ഗ്രിഡ് സൈസ്, 320 ഗ്രിഡ് സൈസ്, 400 ആൻഡ് 600 എന്ന് വെച്ചാൽ അത് കോസ് ഫൈനിലേക്ക് പോവാണ് ഗ്രിഡ് സൈസ്. അതിന്റെ ഡയമീറ്റർ കൂടിയ സാധനമാണ് കോർസ്. ഫൈൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫൈൻ ആയ ഇതാണ്. അപ്പൊ ഫൈൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സ്മൂത്ത് സർഫസ് കിട്ടും. ഈ പർപ്പസിന് ഈ പറയുന്ന ഡിഫറെന്റ് നമ്പേഴ്സിലുള്ള ഗ്രിഡ് സൈസ് നമ്മൾ ഉപയോഗിക്കും. The emery paper is held on a hard flat surface like a glass plate and the specimen is rubbed against it with feasible pressure. അപ്പോൾ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന പോലെയല്ല ഇവിടെയും എമറി പേപ്പർ എന്ത് ചെയ്യും, ഒരു ഫ്ലാറ്റ് സർഫസിന്റെ മുകളിൽ നമ്മളത് അത് ഹോൾഡ് ചെയ്ത് വെക്കും. അതിന്റെ മുകളിലാണ് നമ്മൾ എന്താണ് ഈ പറയുന്നത് നമ്മൾ സ്പെസിമെൻ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇത് റബ്ബ് ചെയ്യുന്നത് ഒരു ലൈറ്റ് പ്രഷർ കൊടുത്തിട്ടാണ് റബ്ബ് ചെയ്യുന്നത്. കൂടുതൽ പ്രഷർ കൊടുത്താൽ ഹീറ്റപ്പ് ചെയ്യുന്നത്. ലൈറ്റ് പ്രഷർ ചെയ്ത് റബ്ബ് ചെയ്യുന്നു. അത് വൺ സൈഡിലേക്ക് മാത്രമാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്, ടുവേർഡ്സ് ഓപ്പറേറ്റ്. ഒരു സൈഡിലേക്ക് മാത്രം നമ്മളത് റബ്ബ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിന്റെ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡ് ചെയ്യും. റബ്ബിംഗ് ഷുഡ് ബി ഡൺ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, പ്രിഫറബിളി ടുവേർഡ്സ് ദി ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ റഫ് ഗ്രൈൻഡിങ് ചെയ്ത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡ് ചെയ്തു. അതിൽ ആഫ്റ്റർ ഗ്രൈൻഡിങ് ഓൺ എവരി പേപ്പർ, അപ്പൊ നോക്കി ആദ്യം 220 ചെയ്തു, പിന്നെ അതിനുശേഷം 320 ഗ്രൈൻഡ് ചെയ്യും, അതിനുശേഷം 400 ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ അവസാനം 600 വരെ പോകും. After grinding on every paper, the specimen as well as the hands of the operator are thoroughly washed and dried. Okay. So ഓരോന്നിന് ശേഷം ഇതുപോലെ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്ത പേപ്പർ വെച്ച് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം നോക്കി, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ആയി അല്ലേ, 9:40 അല്ലേ ടൈം? 9:50 അല്ലേ? 9:50. ഓക്കെ. അപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാല് നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് 220 ഗ്രിഡ് എമറി പേപ്പർ കൊണ്ട് നമ്മൾ ആദ്യത്തെ ഗ്രൈൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് റഫ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് സ്പെസിമെൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ റഫ് ഗ്രൈൻഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ റഫ് ഗ്രൈൻഡിങ്ങിൽ നിങ്ങൾ ഫ്ലാറ്റ് ആണ് ഫയലാണ് ഉപയോഗിച്ച് വിചാരിക്കുക, ഫ്ലാറ്റൻ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഓൾറെഡി റഫ് ഗ്രൈൻഡ് ചെയ്ത് കിട്ടി ഈ സ്പെസിമെനിൽ എന്തുണ്ടാവും, കുറെ ഇതുപോലത്തെ ഗ്രൂവ്സ് ഉണ്ടാവും അല്ലെ. അത് അത്രയും സ്മൂത്ത് സർഫസ് ആയിരിക്കൂല. നമ്മളെ ഫിംഗർ കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, അത് സ്മൂത്ത് ആയിരിക്കൂല. അതിൽ കുറെ ഇതുപോലത്തെ കുറെ ഗ്രൂവ്സ് ഉണ്ടാവും അല്ലെ. ചെറിയ ചെറിയ ഗ്രൂവ്സ് നമുക്ക് നമ്മളെ നേക്കഡ് ഐ കൊണ്ട് തന്നെ നമുക്കത് വിസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ 220 ഗ്രിഡ് സൈസ് പേപ്പർ എന്ത് ചെയ്യും, നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ അതിനെ റബ്ബ് ചെയ്യുന്നത്. നമ്മളിവിടെ 220 ഗ്രിഡ് പേപ്പർ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്നത് നേരത്തെ ഓൾറെഡി ഉണ്ടായ ആ ഗ്രൂവ് ലൈൻസ് ഉണ്ടാവില്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ അതിന് 90 ഡിഗ്രി തിരിച്ചായിരിക്കും നമ്മൾ റബ്ബ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ആ ഗ്രൂവ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കളയണം. അപ്പോൾ 220 ഗ്രിഡ് പേപ്പർ സോ ദാറ്റ് new scratches due to present grinding are produced at right angles to those were produced during the previous filing or grinding. അപ്പൊ നേരത്തെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായ ആ ഒരു ഗ്രൂവ്സ് ഒക്കെ പോയി പുതിയ ഗ്രൂവ് അല്ല. അപ്പൊ നമ്മളിത് 90 ഡിഗ്രിയിൽ ചെയ്താൽ മാത്രമേ അല്ല, നേരത്തെ ഓൾറെഡി ഉണ്ടായ ഗ്രൂവ്സിന് 90 ഡിഗ്രിയിൽ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് എന്താ പറയാ ഗ്രൈൻഡ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും ഈ എമറി പേപ്പറോട്. അപ്പൊ 220 ഗ്രിഡ് എമറി പേപ്പറോട് നമ്മൾ 90 ഡിഗ്രി തിരിച്ചിട്ടാണ് അത് ഫയല് റബ്ബ് ചെയ്ത് അത് കളയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പെസിമെൻ വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത നമ്പർ എമറി പേപ്പർ എടുക്കുമല്ലോ, അത്രയാണ് അടുത്ത 320 സൈസിൽ എമറി പേപ്പർ എടുത്തു. അത് നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിനെ 90 ഡിഗ്രി തിരിക്കും. കാരണം എന്താ വെച്ചാൽ നേരത്തെ ഈ 220 വെച്ചിട്ട് നമ്മൾ
റബ്ബ് ചെയ്തപ്പോൾ അതിലും കുറച്ച് എന്ത് വന്നിട്ടുണ്ടാവും, ഇതുപോലെ ചെറിയ ചെറിയ ഗ്രൂസും ഇങ്ങനെ വന്നിട്ടുണ്ടാവും, ലൈൻസ് പോലെ. ഓക്കെ, അത് നമ്മൾ കളയണമെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ 90 ഡിഗ്രിയിലേക്ക് തിരിച്ചിട്ട് വേണം നമ്മൾ റബ്ബ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ റബ്ബ് ചെയ്യുന്നത് നേരത്തെ ഓൾറെഡി ഉണ്ടായ ഈ ഗ്രൂസ് അല്ലെങ്കിൽ ലൈൻസിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഓൾറെഡി ഉള്ളത് അത് മാഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്ത ഈ 320 എമറി പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ അതിലും കുറച്ച് റഫ്നെസ് വന്നിട്ടുണ്ടാവും, ചെറിയ തോതിൽ വന്നിട്ടുണ്ടാവും, അത്രയും സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ അത് വീണ്ടും വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് നമ്മൾ എല്ലാ നമ്പറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അവസാനം 600 നമ്പറിലെ എമറി പേപ്പർ വരുമ്പോൾ അതാണ് ഏറ്റവും ഫൈൻ ആയിട്ട് ഉപയോഗിക്കുന്ന എമറി പേപ്പർ. ഈ പ്രോസസ്സിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് അത് നമ്മൾ സ്മൂത്തൻ ചെയ്ത് കിട്ടും. ഓൾമോസ്റ്റ് നമുക്കത് സർഫസ് റഫ്നെസ് ഒഴിവായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് ആയിട്ടും സെയിം സാധനമാണ് ഇവിടെ പറയുന്നത്. സെയിം പ്രൊസീജിയർ റിപ്പീറ്റഡ് വിത്ത് 320, 400 and 600 grid papers, one after the other. While transferring the specimen to next finer grade of paper, the specimen should be turned through 90 degree and ground. The newly found scratches would be perpendicular to the previous scratch marks, and the grinding has to be continued until all the previous scratch marks disappear. This procedure is repeated till the finest emery paper has been used and the specimen surface would be apparently scratch free. Okay, ഞാനിപ്പോ പറഞ്ഞ സെയിം കാര്യമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ്, ഓക്കെ, നമുക്ക് ഹാൻഡ് ഗ്രൈൻഡിങ് ആണ് ഇപ്പൊ പറഞ്ഞതെങ്കിൽ നമുക്ക് മെഷീൻ ഗ്രൈൻഡിങ്ങും ഉപയോഗിക്കാം. മെഷീൻ ഗ്രൈൻഡിങ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൂബ്രിക്കേറ്റിംഗ് ആയിട്ട് നമ്മൾ വാട്ടർ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് പ്രഷർ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. കാരണം ഓൾറെഡി റൊട്ടേറ്റിംഗ് വീലിന്റെ മുകളിലായിരിക്കും നമ്മളിത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നമ്മൾ സ്റ്റിച്ചിനെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള പ്രഷർ നമ്മൾ കൊടുക്കണം, ലൂബ്രിക്കേഷൻ കൊടുക്കണം. കാരണം ലൂബ്രിക്കേഷൻ ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിലുള്ള ഡെബ്രിസ് പാർട്ടിക്കിൾസ് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാൻഡ് ഗ്രൈൻഡിങ് മാത്രമല്ല മെഷീൻ ഗ്രൈൻഡിങ്ങും ചെയ്യാം. അതിൽ ലാസ്റ്റ് വരുന്നതാണ് ഫൈൻ ഗ്രൈൻഡിങ്. അപ്പോൾ റഫ് ഗ്രൈൻഡിങ് കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നതാണ് ഫൈൻ ഗ്രൈൻഡിങ്. ഫൈൻ ഗ്രൈൻഡിങ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്ത റഫ് ഗ്രൈൻഡിങ് ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ് പോലെ തന്നെ ഇതുപോലത്തുള്ള എമറി ഡിഫറെന്റ് ഗ്രിഡ് സൈസിലുള്ള എമറി പേപ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ എമറി പേപ്പേഴ്സിന്റെ ഗ്രിഡ് സൈസ് പറയുന്നത് ഫൈൻ ആയിരിക്കും, സ്മോൾ ആയിരിക്കും. ഫൈൻ ഗ്രിഡ് സൈസ് എമറി പേപ്പേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് 1, 10, 20, 30, 40 അങ്ങനെയാണ് അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, ആദ്യം 10 കൊണ്ട് ചെയ്തു, പിന്നെ വീണ്ടും 90 ഡിഗ്രിയിൽ 20 കൊണ്ട് ചെയ്തു, വീണ്ടും 90 ഡിഗ്രിയിൽ 30 കൊണ്ട് ചെയ്തു. At the end of the fine grinding stage, the specimen surface would be shining and scratch free on visual examination. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് വിഷ്വലി എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്കത് പെർഫെക്റ്റ്ലി സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രൈൻഡിങ് വരെയുള്ള പ്രോസസ്സിൽ വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കിയതാണ്. നമുക്കിനി വേണ്ടത് ഇപ്പൊ നമ്മൾ നോക്കിയ സെലക്ടിങ് ആൻഡ് കട്ടിങ് ദ സ്പെസിമെൻ. ഓക്കെ, സോ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, ഹീറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. സ്പെസിമെൻ കട്ട് ചെയ്യുന്ന സൈസ് 10 to 15 mm. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കി. റഫ് ഗ്രൈൻഡ് ചെയ്യുന്നു, എങ്ങനെയെല്ലാം ചെയ്യാം, ഗ്രൈൻഡിങ് വീൽ ഉപയോഗിക്കാം, എമറി ബെൽറ്റ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫയൽസ് ഉപയോഗിക്കാം. അപ്പോൾ മെറ്റീരിയൽ അതിന്റെ മുകളിൽ റബ്ബ് ചെയ്യാണ് ചെയ്യുക. സാധാരണ നമ്മൾ ഫയൽ കൊണ്ട് ഫയൽ ചെയ്യുക ചെയ്യാം. പക്ഷെ ഇത് ഫയൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ മെറ്റീരിയൽ അതിന് നമ്മൾ സ്പെസിമെൻ റബ്ബ് ചെയ്യുക ചെയ്യാം. അപ്രോപ്രിയേറ്റ് പ്രഷർ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെ. നമ്മളത് ഫ്ലാറ്റൻ ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡ് ചെയ്ത്, ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിൽ നമ്മൾ ഒരുപാട് ഗ്രിഡ് സൈസ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. 220, 320 and 400 അങ്ങനെ ഒരുപാട് ഗ്രിഡ് സൈസ് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, അത് ഓരോ ഗ്രിഡ് സൈസ് പേപ്പർ വെച്ച് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യണം. അത് മാത്രമല്ല, ഓരോ തവണ നമ്മൾ ഈ ഇത് റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ 90 ഡിഗ്രി തിരിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് തൊട്ട് മുമ്പുണ്ടായ നമ്മളെ ഗ്രൈൻഡിങ് പ്രോസസ്സിലുള്ള അണ്ടുലേഷൻസ് അല്ലെങ്കിൽ റഫ്നെസ് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫൈൻ ഗ്രൈൻഡിങ്ങിലേക്ക് പോയി. അതിലും ഫൈൻ ആയിട്ടുള്ള ഗ്രിഡ് സൈസ് ഉപയോഗിക്കുന്നത്. അവിടെ സെയിം പ്രൊസീജിയർ ആണ്. ഓരോ ഗ്രിഡ് സൈസ് പേപ്പർ വെച്ചിട്ടും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യണം. ഓക്കെ, അതിനുശേഷം വരുന്ന 2 പ്രോസസ്സാണ് പോളിഷിംഗ് ആൻഡ് എച്ചിങ്. പോളിഷിംഗ് ആൻഡ് എച്ചിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ബാക്കിയുള്ള നമ്മൾ അടുത്ത അവർ നോക്കും. എനിക്ക് 1 അവറും കൂടി ഉണ്ട് എന്ന് തന്നെ ഉച്ചക്ക്. ആ അവർ നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് നോക്കും. ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ആയിരിക്കെങ്കിലും? ഇത് മനസ്സിലായിട്ടുണ്ടോ ഇന്ന് അടുത്തൊക്കെ?
ഇന്നത്തെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൈക്രോ സ്ട്രക്ചറിലേക്ക് വന്നിട്ടില്ല നമ്മള്. കാരണം ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആണ് നോക്കിയത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് നോക്കാമേ. ആകാശ്, അഖിൽ, അനിരുദ്ധ്, നാദിൻ, ഷഹസാദ്, സമാഹ്, സമാഹുണ്ട്, പ്രസന്റ് സാർ. അസഫുണ്ട്, മുക്താസിം ഉണ്ടോ? മുക്താസിം, ഷഹസാദ് ഉണ്ട്. ഓക്കെ, മുക്താസിം ഇല്ല. ഫർദീൻ, ഓക്കെ, ഫർദീൻ ഉണ്ട്. ഫത്തേഹ് ഉണ്ട്. സമാഹ് ഉണ്ട്. ഇല്ല, സമാഹ് ഉണ്ടാ? പ്രസന്റ് സാർ. സമാണ്ട്. സിയാനോ? സിയാനുണ്ട്. നിഷാഗ്, നിഷാഗ്, നിവേദ്, ഓക്കെ, നിവേദ് ഉണ്ട്. പ്രത്യുഷ്, രാഹുൽ ഉണ്ട്. തരുൺ ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ. സൗരാഗ് ഉണ്ട്. സൗരവ്, ശ്രീജിത്ത് ഉണ്ട്. ശ്രീരാഗ് വിജയൻ ഉണ്ട്. ഓക്കെ, വിഷ്ണു ഉണ്ട്. വിഷ്ണു ഉണ്ട്. മുക്താസിം ഉണ്ടാ? മുക്താസിം,